അല്ല ഇപ്പം അല്ല അങ്ങനെ വന്നതിന് ശേഷം ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ ശ്രദ്ധിക്കും. നമ്മളിപ്പം അതെന്താണെന്നറിയോ, ആ ഇൻ്റർവ്യൂവിൽ പറ്റിപ്പോയ ബാബുചേട്ടനും എല്ലാവരും കൂടെ ഒരു തമാശ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പോയതല്ല. അതിനകത്ത് ആരും അങ്ങനെ ഒരു പേഴ്സണൽ സാധനമില്ല. പക്ഷെ അത് ഇനി ശ്രദ്ധിക്കും, നന്നായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഇല്ല, ഞാനാലോചിക്കണേ എനിക്കിത് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. എൻ്റെ ഈ വീട്ടിൽ ഉമ്മച്ചിയും സിസ്റ്റേഴ്സും ഇവർക്ക് അതൊരു ഉമ്മച്ചിക്ക് ഭയങ്കര ടെൻഷനാവും ഇത്തരം കാര്യങ്ങൾ. ആൾക്കാർ എൻ്റെ മോൻ അങ്ങനെ പറയുന്നത് ഉമ്മയല്ലേ അവർക്ക്. അപ്പം അത് കാണുമ്പോഴാണ് എനിക്ക് സങ്കടം. ഇനിയിപ്പോൾ കുറേതായിട്ട് പറയണോണ്ട് എനിക്കൊന്നും തോന്നണ, കുറേ കഴിയുമ്പോഴത്തേക്കും അതൊന്നും ആ സാധനം പോയി. കാലങ്ങളായിട്ടിരുന്നുണ്ട് പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതുകൊണ്ട് പുതുമയല്ല. അതുകൊണ്ട് എനിക്കാ പ്രശ്നമില്ല. പക്ഷെ വീട്ടുകാർക്കത് അവർക്ക് പിന്നെ ഇപ്പം ഏകദേശം അവർക്ക് ശീലമായി തുടങ്ങി. കൃത്യമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എനിക്കറിയില്ല. താല്പര്യമുള്ളൂ അങ്ങനെയൊന്നും എനിക്കറിയില്ല. അത് പിന്നെ അതായത് ഒരു 10 പേര് പറയുമ്പോൾ 11ാമത്തെ ആൾക്കും അത് പറയാനുള്ളൊരു പ്രവണതയാണ്. 10 പേര് നല്ലത് പറയുമ്പോൾ 11ാമത്തെ ആൾക്ക് നല്ലത് പറയാനുള്ളൊരു പ്രവണതയുണ്ട്. അതുപോലെ തന്നെയാണ് ഇങ്ങനെ. പിന്നെ ഞാൻ മനസ്സിലാക്കണ ഈ ഫേസ്ബുക്ക് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം തന്നെയാണല്ലോ. നമ്മൾ നേരിട്ടല്ലല്ലോ പറയണത്. നേരിട്ട് വന്നിട്ട് നമ്മളെന്താണ്, നമ്മളേത് രീതിയിൽ അവരോട് പെരുമാറണം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരങ്ങനെയൊന്നും മെസ്സേജ് ടൈപ്പ് ഒന്നും അങ്ങനെ ചെയ്യില്ലായിരിക്കും. നമുക്ക് എല്ലാവരും ഒന്നായിട്ട് തന്നെ ഞാൻ കാണുന്നുള്ളൂ. എല്ലാ മനുഷ്യരെയും എല്ലാത്തിനും ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു വ്യത്യാസമില്ല. അങ്ങനെ വലിയൊരാളൊന്നും ഇല്ല, അങ്ങനെ ചെറിയ ആളൊന്നുമില്ല. നമ്മളെല്ലാം പഠിച്ചോണ്ട് സൃഷ്ടികളാണ്, അത്രേ ഉള്ളൂ. ഞാൻ എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ആരോടും അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ അവർക്ക് എന്നെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകാത്തതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ കാണുമ്പോഴത്തേക്കും എനിക്ക് അവരോട് ഒരു രീതിയിലുള്ള ദേഷ്യമില്ല. പക്ഷെ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടുകാർക്ക് ഇതൊക്കെ കാണുമ്പോഴേ ഒരു വിഷമം വരൂലേ. മോനെ ഇങ്ങനെ ഓരോരുത്തരും അതാണ് മറ്റാണ് മറിച്ചാണ്. മട്ടാഞ്ചേരിയായിട്ടൊന്നും ഒരു ബന്ധം പോലും ഇല്ല. എൻ്റെ ഉമ്മച്ചിയുടെ നാട് ഫോർട്ട് കൊച്ചിയിലാണ്. ഞാൻ ജനിച്ചത് ഫോർട്ട് കൊച്ചി സംഗീത ഹോസ്പിറ്റലിലാണ്. ഞാൻ വളർന്നതെല്ലാം എറണാകുളത്താണ്. ഞാൻ അല്ലാതെ ഒരു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞ പടം. അത് അവിടെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശത്തുണ്ട്. അല്ലാതെ എനിക്ക് ഈ പറയണ എന്താണ് പരിപാടി എന്നാണ് മനസ്സിലായിട്ടില്ല. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.